നമ്മളെ കുറെ കാലം മൈക്രോവേവ് ഓവനെയും എയർ ഫ്രയറിനൊക്കെ കുറ്റം പറഞ്ഞു. എന്നാൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റവ് സേഫ് ആണോ അല്ലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. യൂറോപ്പിലൊക്കെ കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് സ്റ്റൗസ് ആണ്: ഇലക്ട്രിക്, ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കും ഗ്യാസും കൂടെ ഒരുമിച്ച് വരുന്ന സ്റ്റൗകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് ലാഭകരം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ചീപ്പാണ്. കാരണം ഗ്യാസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സപ്ലൈ എന്ന് വരുന്നതാണ്, അത് അത്യാവശ്യം നല്ല പൈസയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഔട്ട് സൈഡിൽ വലിയ ഗ്യാസ് കുട്ടികളൊക്കെ ഘടിപ്പിച്ച് നമുക്ക് സ്റ്റൗ ശരിയാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. ഇലക്ട്രിക്കിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിൽ ചൂടാവുന്നതുകൊണ്ട് ഒത്തിരി നേരം ചൂട് നിൽക്കും. കുട്ടികളൊക്കെ ഉള്ളവർക്ക് എപ്പോഴും കൈ പൊള്ളാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇൻഡക്ഷൻ ആണെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ചൂട് അധികം നേരം നിൽക്കാത്തതുകൊണ്ട് അങ്ങനെ ചൈൽഡ് കുറച്ചുകൂടെ സേഫുമാണ്. പിന്നെ ഗ്യാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കുന്ന കെമിക്കൽസ് കാർസിനോജിക് ആണ്. നാട്ടിലൊക്കെ അത്രയും പ്രശ്നമല്ല, കാരണം നമ്മൾ കുറെ കൂടെ വലിയ റൂംസിലും കുറെ കൂടെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണ് ഗ്യാസ് വെച്ച് കുക്ക് ചെയ്യുന്നത്. ഗ്യാസ് പൊല്യൂഷൻ കാരണം ഓരോ വർഷവും 40,000 പേരാണ് യൂറോപ്പിൽ മാത്രം മരണപ്പെടുന്നതെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഗ്യാസ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല വെന്റിലേഷൻ ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യും. ഇൻഡക്ഷന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻഡക്ഷൻ കോമ്പാറ്റബിൾ ആയിട്ടുള്ള പാത്രങ്ങളെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാത്രങ്ങളുടെ അടിയിൽ ഇൻഡക്ഷന്റെ സൈൻ കൊടുത്തിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റ് വെച്ച് നോക്കിയാൽ അത് ഒട്ടുവാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ്.